കമ്പാനിയൻ 2025 ഒരു ഹൊറർ സൈഫൈ ജോൺറയിൽ പുറത്തിറങ്ങിയൊരു പുതിയൊരു ഹോളിവുഡ് ഫിലിമാണ് കമ്പാനിയൻ. സോഫി ടാഷർ, ജാക്ക് വീഡ് എന്നിവരാണ് ഇതിലെ പ്രധാന റോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെ കൂടാതെ തന്നെ ആകെ തന്നെ സിനിമയിൽ മൊത്തമായിട്ട് വിരലിലെണ്ണാവുന്ന 5-6 ക്യാരക്ടേഴ്സ് ഈ ഫിലിമിലുള്ളൂ. ഉള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ എമൗണ്ട് വെച്ചിട്ട് ഇവർ ചെയ്തു വെച്ചൊരു കിടിലൻ ഒരു നല്ലൊരു വർക്ക് തന്നെയാണ് ഈ ഫിലിം. ആൻഡ് ഇതിന് മെയിൻ ലീഡായ സോഫി ടാഷർ ആൻഡ് ജാക്ക് വീഡിനെ ദ ബോയ്സ് സീരീസിൽ, നമ്മുടെ ദ ബോയ്സ് എന്ന് പറഞ്ഞ TV സീരീസിൻ്റെ ഹ്യൂയി അഥവാ ഹ്യൂ ക്യാമ്പൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ആൻഡ് സോഫി ടാഷറിനെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ A24 ഹെർട്ടിക് എന്ന് പറഞ്ഞൊരു അടിപൊളി കിടിലൻ, പേഴ്സണലി എനിക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ഫേവററ്റ് ഫിലിമായ ഹെർട്ടിക്കിൽ ഒരു കിടിലൻ റോള് ചെയ്ത് അത് കിടിലൻ പെർഫോമൻസോടെ എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചൊരു നടിയാണ് സോഫി ടാഷർ. ആൻഡ് ആ ഒരു നടിയുടെ പുതിയൊരു സിനിമ ആൻഡ് പുതിയൊരു കിടിലൻ പെർഫോമൻസ് അത് തന്നെയാണ് ഈ കമ്പാനിയൻ എന്ന ഫിലിമിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് കമ്പാനിയൻ ഈസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് സോഫി ടാഷർ ഫിലിം. പുള്ളിക്കാരത്തിയുടെ ആ ഒരു എക്സ്പ്രഷൻസ്, ആ ഒരു കൂടുതൽ ഞാനൊരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പോയിലർ ആകും, കാരണം ആ ഒരു ക്യാരക്ടർ റിവോൾവ് ചെയ്തിട്ടാണ് ഈ ഫിലിം എൻറ്റയർലി നടക്കുന്നത്. സോ ആ ഒരു എക്സ്പ്രഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ വൈബ് ഓഫ് ദാറ്റ് ഒരു ആക്ടിങ് അത് അടിപൊളിയായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. സോ ഹെർട്ടിക്കിലൂടെ ഞെട്ടിച്ചു, അപ്പോൾ ഇതിലൂടെ വീണ്ടും പ്രോമിസ് ചെയ്യുകയാണ് അത് ഹോളിവുഡിലെ ഈ ഒരു യങ് ആക്ടേഴ്സിൽ എങ്ങനെ പോയാലും നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു ആക്ട്രസ് ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സോഫി ടാഷർ. ആൻഡ് കിടിലനൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ജാക്ക് വീഡ്, ബോയ്സിൽ നമ്മുടെ ഹ്യൂയി, അപ്പം പുള്ളിക്കാരത്തിന് മുന്നേ ചെയ്ത ഹ്യൂയി അതുപോലെ തന്നെയുള്ളൊരു വൈബുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ കുറച്ച് ഒരു ഷെയ്ഡ് ഡിഫറൻസ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നല്ലാണ്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു യൂഷ്വൽ ഒരു ക്ലംസി, നമ്മുടെ അറിയാലോ ഒരു ബോയ് ഫ്രണ്ട് ഒരു റോളിലാണ് നമുക്ക് പുള്ളിക്കാരനെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്റ്റീരിയോടിപ്പിക്കൽ, പക്ഷേ അത് ആ ഒരു റോൾ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് സൂട്ട് ചെയ്യുന്നതും. സോ അത് പുള്ളിക്കാരൻ നീറ്റായി ചെയ്ത് പോയിച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ അല്ലാണ്ട് തന്നെ ആകെ ഒരു 4-5-6 പോയാൽ 6 ക്യാരക്ടേഴ്സാണ് ഓൾ ടുഗദർ ഈ ഫിലിമിൽ. ആ 6 ക്യാരക്ടേഴ്സിനും വേണ്ടത്ര റോളും കിട്ടിയിട്ടുണ്ട്. വേണ്ട രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരെ പ്രസൻറ്റ് ചെയ്തതും. അപ്പോൾ കൂടുതൽ ഞാൻ ഈ പടത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഇതിൻ്റെ പ്ലോട്ട് എന്താ പറയുന്നില്ല, ഇതിൻ്റെ ഒന്നിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം ഈ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കീറി മുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ പോലെ സ്പോയിലറാവും. ഇതിൽ കുറച്ച് ഈ ഫിലിം എനിക്കൊരു ഗുഡ് ഡീസൻറ്റ് ഫിലിമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇൻ്റർനെറ്റ് നിറച്ച് ഇതിൽ ഒരുപാട് പുകഴ്ത്തലും വാഴ്ത്തലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനൊരു പീക്ക് പടം പ്രതീക്ഷിച്ച് പോയി. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കിടിലനാണ്. ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസിന് വേണ്ടി മാത്രം നമുക്ക് ഈ സിനിമ വേണമെങ്കിൽ കാണാം. സോ അത് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് വരുന്ന ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. സോ ആ ട്വിസ്റ്റ് ആൻഡ് ടേൺസിനെ നിങ്ങൾക്കും യാതൊരു വിധ പ്രഡിക്റ്റബിൾ ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാണ്ട് ആ ഒരു ട്വിസ്റ്റും ടേൺസും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാൽ ഇതിൻ്റെ യാതൊരു ട്രെയിലർ ടീസർ ഒരു കാര്യങ്ങളും കാണാണ്ട് നേരെ ഫിലിമിലേക്ക് ഇറക്കുക. ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാണ്ട് കണ്ടുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം ഇത്രയെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. നിങ്ങൾക്ക് സെയിം എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത് അങ്ങനെ കാണുന്നതായിരിക്കും നന്നാവുക. ഇതിൻ്റെ ഒരു ഐഡിയ ഇല്ലാണ്ട് കാണണം. അങ്ങനെ ഉണ്ടാക്കി ഒരു നല്ലൊരു വെർത്ത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ 2 മണിക്കൂർ എങ്ങനെ പോയാലൊരു നല്ല രീതിയിൽ തന്നെ മുതലാവും. പിന്നെ അറിയാലോ, ഇതൊരു ഡാർക്ക് കോമഡിയാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഡാർക്ക് ഹ്യൂമറിൽ വരുന്ന ഒരു സാധനമാണ്. സോ ഡാർക്ക് ഹ്യൂമർ ഉള്ളതുകൊണ്ടും ഇതുപോലെ അല്ലറ ചില്ലറ നല്ലൊരു ട്വിസ്റ്റും ടേൺസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കിടിലനൊരു നമ്മുടെ ഒരു നല്ലൊരു പെർഫെക്റ്റ് വാച്ചായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ ഇതിൽ ആ ഒരു ഡാർക്ക് ഹ്യൂമറിൻ്റെ സെൻസിൽ കാണുമ്പോൾ ആ ഒരു വേ ഓഫ് നമുക്കറിയാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിരിക്കാനുണ്ടാവും. ഡാർക്ക് ഹ്യൂമറാണ്, സോ വയലൻസ് ഉണ്ട്. ബ്രീഫായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്കിൻ കാണാൻ സാധിക്കാം, ന്യൂഡിറ്റി എന്ന് വേണം പറയാം, ബട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു R-rated ഫിലിമാണ്, ഡാർക്ക് ഹ്യൂമറാണ് അതുപോലെ തന്നെ. സോ യെസ്, അതിനുള്ള തെറിവിളി, ബ്രീഫ് ന്യൂഡിറ്റി, അങ്ങനെ പലതും, പിന്നെ ബ്ലഡ് ഷെഡ് എല്ലാം കാണാം. വലിയ ഒരു രീതിയിലില്ല, സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ മിനിമൽ എമൗണ്ട് ഓഫ് ആണ് എല്ലാം. ബ്ലഡ് ഷെഡ് ആവട്ടെ, തെറിയാവട്ടെ, പറഞ്ഞ സ്കിൻ റിവീലിങ് കാര്യങ്ങളൊക്കെ ആവട്ടെ വളരെ കുറവാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങളിത് പാരൻസ് അല്ല ഗ്രൂപ്പായിട്ട് വാച്ച് ചെയ്യരുത്. സോ
എങ്ങനെ പോയാലും ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഡാർക്ക് ഫണ്ണ് രീതിയിൽ കണ്ടാൽ ഒരു നല്ലൊരു പ്ലസൻറ്റ് വാച്ച് ആവുന്ന ഒരു ഫിലിമാണ്. സോ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ സിനിമാറ്റോഗ്രാഫി ലൊക്കേഷൻസ് ഒക്കെ നല്ല കിടിലാണ്. നല്ലൊരു പ്രിൻ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു വിഷ്വലി നിങ്ങൾക്ക് കുറച്ച് നല്ല കിടിലൻ എന്താ പറയുക ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസുകളാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അത്യാവശ്യം കുഴപ്പമില്ല. സോ അങ്ങനെ പോയാലൊരു ഗുഡ് വൺ ടൈം വാച്ച്, ഒരു ഡീസൻറ്റ് വൺ ടൈം വാച്ച് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും ഇത് ഇങ്ങനെയൊരു പടം ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കും ആ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഇത് വേറൊരു രീതിയിലേക്ക് പോകുന്നത്. പിന്നെ അതിലുപരി ഇതിൽ ചെറിയ അവിടെയും ഇവിടെയായിട്ട് കുറച്ച് ഇന്നർ ഒരു മെസ്സേജും തന്നിട്ടാണ് പോകുന്നത്. അതിലേക്കൊക്കെ ഞാൻ കൂടുതൽ പറയാൻ വന്നാൽ ഒരു സ്പോയിലർ ആവും. ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. സോ ഒരു ക്യാരക്ടർ, ഈ ഫിലിമിലെ പേര് തന്നെ കമ്പാനിയൻ എന്നാണ്. സോ ഒരു കമ്പാനിയൻ അത് ആ ഒരു ഫിലിമിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരു ആളെ ട്രീറ്റ് ചെയ്യുന്നതും മറ്റൊരു പേഴ്സൻ്റെ ഇന്നർ ഫീലിങ്സും ഇമോഷൻസും അവരുടെ POV എല്ലാം പോയിൻ്റ് ഓഫ് വ്യൂ എല്ലാം അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് ആരുടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ സസ്പെൻസ് പൊളിയും. സോ ഒന്നും പറയാണ്ട് തന്നെ ട്രെയിലറോ ടീസറോ ഒരു ക്ലിപ്പും ഒരു ഇൻ്റർവ്യൂ ഒരു തേങ്ങ ഇതിനെപ്പറ്റി അറിയാണ്ട് നിങ്ങൾ വേഗം പോയിട്ട് ഫിലിം കാണുക. നല്ലൊരു ഡീസൻറ്റ് വൺ ടൈം വാച്ചായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. എനിക്ക് തരക്കേടില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. വലിയൊരു പീക്ക് പടം എന്ന് പലരും പറയുന്നുണ്ട്. പീക്കായിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ഡീസൻറ്റ് വാച്ച്. ഒരു നിങ്ങൾ കൊടുക്കുന്ന സമയത്തിന് ഒരു വെർത്ത് ഫൺ വാച്ച് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ഇങ്ങനെ പോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ പ്ലസൻറ്റ് വാച്ച്. കമ്പാനിയൻ നൗ അവൈലബിൾ ഇൻ OTT പ്ലാറ്റ്ഫോംസ്. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണുന്നവരെ, മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ, ഇറ്റ്സ് മീ ജോൺ ഫ്ലിക്സ് സൈനിങ് ഓഫ് ഫ്രം ഇൻസിനിക്ലോപീഡിയ.